കരൂർ ദുരന്തത്തിന്റെ ഉത്തരവാദി വിജയ് അല്ല. ഇപ്പോൾ സോഷ്യൽ മീഡിയ ആകെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് തമിഴ്നാട്ടിലുണ്ടായ ആ ഒരു ദുരന്തമാണ്. വിജയ്യാണ് ആ ദുരന്തത്തിന്റെ ഉത്തരവാദി എന്നുള്ള നിലയ്ക്കാണ് ഇപ്പോൾ സംസാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കരൂരാണ് ഈ ഒരു ദുരന്തം നടക്കുന്നത്. കരൂരെ പരിപാടിക്ക് വിജയ് നേതൃത്വം കൊടുക്കുന്ന പാർട്ടി 10,000 പേര് വരുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. അതിന് അവർ ബുക്ക് ചെയ്തിരുന്നത് 60 അല്ലെങ്കിൽ അവർ കണ്ടെത്തിയത് 60,000 പേരെ ഉൾക്കൊള്ളാൻ പറ്റുന്ന, അതായത് 6 ഇരട്ടി ആൾക്കാരെ ഉൾക്കൊള്ളാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സ്ഥലമാണ്. അതിന്റെ പെർമിഷൻ ഇവർ പോലീസിൽ നിന്ന് എടുത്തിരുന്നു. എന്നാൽ ക്രമാതീതമായിട്ട് ജനം ഒഴുകിയെത്തി 2 ലക്ഷത്തോളം ആൾക്കാർ ആ പരിപാടിയിൽ പങ്കെടുക്കും. അതായത് ഇവർ പ്രതീക്ഷിച്ചതിനേക്കാളും വളരെയധികം ആൾക്കാർ വരുന്നു. അല്ലെങ്കിൽ ഇവർ 10,000 പേര് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇവർ 60,000 പേരെ ഉൾക്കൊള്ളാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സ്ഥലം കണ്ടെത്തുന്നു. എന്നാൽ അതിനുമൊക്കെ അപ്പുറം ആൾക്കാർ, ലക്ഷക്കണക്കിന് ആൾക്കാർ ആ പരിപാടിയിലേക്ക് എത്തുന്നു. ഇപ്പോൾ ഇവിടെ ഈ പരിപാടി നടക്കുമെന്ന് വിജയ് നേതൃത്വം കൊടുക്കുന്ന പാർട്ടി അല്ലെങ്കിൽ വിജയുടെ പാർട്ടി നേരത്തെ തന്നെ അവിടുത്തെ പോലീസിനെ അറിയിച്ചിരുന്നു. അപ്പോൾ പോലീസിന് അവരുടെ ഇന്റലിജൻസ് സംവിധാനം അടക്കം ഉൾക്കൊണ്ടുകൊണ്ട് അല്ലെങ്കിൽ അതൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇത്രയധികം ആൾക്കാർ വരുമെന്ന് ഗസ് ചെയ്യാനായിട്ടും അതിനുള്ള അറേഞ്ച്മെന്റ്സ് ചെയ്യാനായിട്ടും സാധിക്കണം. അതായത് 10,000 പേര് വരുമെന്ന് ഇവർ അറിയിച്ചിട്ട് പോലും അവിടെ ആകെ ഉണ്ടായിരുന്ന 500 പോലീസുകാരാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലൊരു ദുരന്തം ഉണ്ടാകുമെന്ന് പോലീസ് സംവിധാനത്തിന് അത് പ്രെഡിക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഗസ് ചെയ്യുന്നതിൽ പാളിപ്പോയി. ഒന്ന്. രണ്ടാമത്തെ കാര്യം, മറ്റൊരു ആക്ഷേപം വിജയ് 5 മണിക്കൂർ താമസിച്ചാണ് വന്നിരിക്കുന്നത് എന്നാണ്. ഇവിടെ ഏത് രാഷ്ട്രീയ നേതാവ് യാത്ര നടത്തിയാലും പൊതുവെ അവർ ഈ പറഞ്ഞ സ്ഥലത്ത് അല്ലെങ്കിൽ അവർ പറയുന്ന സ്ഥലത്ത് എത്താനായിട്ട് 5-6 ഒക്കെ മണിക്കൂർ വൈകാറുണ്ട്. അത് കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും ഏത് പാർട്ടിക്കാരായാലും ജാഥ നടത്തുമ്പോൾ അതിൻ്റെതായ താമസങ്ങളുണ്ടാവും. പറഞ്ഞ സമയത്ത് ഒരിക്കലും വരാറില്ല. അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. പിന്നെ വിജയെ ചുറ്റിപ്പറ്റിയുള്ള ഒരു ആക്ഷേപം, ആ ആംബുലൻസ് വരുന്ന സമയത്ത് വിജയുടെ കാരവാന്റെ മുകളിൽ നിന്നുകൊണ്ട് പറയുന്നത് ആ ആംബുലൻസിൽ പാർട്ടിയുടെ കൊടി കാണാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ആ ഒരു സമയത്ത് വിജയ് ഈ സംഭവത്തിന്റെ തീവ്രത മനസ്സിലാക്കിയൊന്നും കാണില്ല. വിജയ് ഇത്രമേൽ വലിയ സംഭവം അല്ലെങ്കിൽ ഇത്രമേൽ ദുരന്തം അവിടെ ഉണ്ടായിരിക്കുന്നു അല്ലെങ്കിൽ ഉണ്ടായി എന്ന് ഗസ് ചെയ്തിട്ടുണ്ടാവില്ല. വിജയ് അത് അറിഞ്ഞുകൊണ്ടാണ് വിജയ് പറയുന്നതെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. പിന്നെ മറ്റൊരു ആക്ഷേപം, വിജയ് ഹോസ്പിറ്റലിലേക്ക് പോയില്ല എന്നാണ്. വിജയ് ഹോസ്പിറ്റലിൽ പോയിരുന്നെങ്കിൽ എന്താവുമായിരുന്നു? ആ ഹോസ്പിറ്റലിലും വീണ്ടും ആൾ കൂടും. തമിഴ്നാടാണേ, വീണ്ടും ആളുകൾ കൂടും. അവിടെ വീണ്ടും ദുരന്തമുണ്ടാവും. വിജയ് ഹോസ്പിറ്റലിൽ പോയതിനെ പറ്റിയായിരിക്കും വിമർശനം ഉണ്ടാകുക. വിജയ് ഹോസ്പിറ്റലിൽ പോകാഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ വിജയ് ആ സ്ഥലത്ത് തന്നെ അങ്ങോട്ട് പോകാഞ്ഞുകൊണ്ട് അവിടെ തിരക്ക് കുറഞ്ഞു എന്നുള്ള ഗുണമല്ലാതെ മറ്റൊന്നും ഉണ്ടായിട്ടില്ല. വിജയ് അങ്ങോട്ട് പോകാതിരുന്നത് തന്നെയാണ് ഏറ്റവും മികച്ച തീരുമാനം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പറഞ്ഞാൽ വിജയുടെ തലയിലോട്ട് ഇതിന്റെ മൊത്തം ഉത്തരവാദിത്വം കൊടുക്കുക, അല്ലെങ്കിൽ അത്യാവശ്യം നിലയ്ക്ക് നിൽക്കുന്നവർത്തിനെ അടിക്കാൻ ഒരു അവസരം കിട്ടുമ്പോൾ എല്ലാവരും കൂടെ വട്ടം കൂടി അടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ കേരളത്തിലെ സ്റ്റാലിൻ ഫാൻസ് ആണല്ലോ, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും എല്ലാം BJP-ക്കാർക്ക് നേരത്തെ തന്നെ വിജയോട് വിരോധവും ഉള്ളതുകൊണ്ട് തന്നെ വട്ടത്തിലിട്ട് വിജയെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മലയാളികളോട് പറയാനായിട്ടുള്ള ഒരു പ്രത്യേക കാര്യം, ഒരു മാസം കൂടെ കഴിഞ്ഞാൽ അല്ലെങ്കിൽ 1-2 മാസം കഴിഞ്ഞാൽ ലിയോണൽ മെസ്സി കേരളത്തിലോട്ട് വരുന്നുണ്ട്. അതിനും 1-2 ലക്ഷം ആൾക്കാരൊക്കെ ആയിരിക്കും അവർ പ്രതീക്ഷ, അതിനൊക്കെ അപ്പുറമുണ്ടാവും. അപ്പോൾ മെസ്സിയെ കാണാൻ പോകുന്നവരും ശ്രദ്ധിക്കുക. ഇപ്പൊ തമിഴ്നാട്ടുകാരെ വിമർശിച്ച് തമിഴ്നാട്ടുകാരുടെ അന്ധമായ ആരാധനയും അല്ലെങ്കിൽ താരഭക്തിയും ഒക്കെ വിമർശിക്കുന്ന ആൾക്കാർ മെസ്സി ഇങ്ങോട്ട് വരുമ്പോൾ എന്താണ് കാണിക്കാൻ പോകുന്നതെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. അപ്പോൾ അല്പം പക്വതയോടെ പെരുമാറിക്കഴിഞ്ഞാൽ, അല്പം പക്വതയോടെ പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന ദുരന്തം അവിടെ ഉണ്ടാകാതിരിക്കാനായിട്ടുള്ള സാധ്യത നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. എന്തായാലും വിജയുടെ മേലിൽ ഇതിന് മൊത്തം ഉത്തരവാദിത്വം കൊടുക്കാനായിട്ടുള്ള ശ്രമം അതിദാരുണമാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു.